കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ ഒറ്റക്കണ്ണാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് 8-10 ദിവസമായി ഒരൊറ്റ വിഷയം മാത്രമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ഒരൊറ്റ വിഷയം. എത്ര വിഷയങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ, രാഷ്ട്രീയമായ വിഷയങ്ങളുള്ളപ്പോൾ, പീഡന വിഷയങ്ങളുള്ളപ്പോൾ തന്നെ നമുക്കറിയാം, ഏറ്റവും അവസാനം നമ്മുടെ PT കുഞ്ഞുമുഹമ്മദ് ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി സഹപ്രവർത്തകരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസ് ഉൾപ്പെടെ തേച്ചു മാച്ച് കളയാനും മുക്കി വയ്ക്കാനും ആണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ശ്രമിക്കുന്നത്. എന്താണ് മാധ്യമങ്ങളുടെ ഈ നിലപാടിന് കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയ പക്ഷപാതമാണോ? തിരഞ്ഞെടുപ്പിന് മുമ്പൊന്നും രാഷ്ട്രീയ പക്ഷപാതമില്ലാതിരുന്ന ചാനലുകൾ പോലും തിരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് അവരുടെ രാഷ്ട്രീയ പക്ഷപാതം പുറത്തെടുക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ശബരിമല സ്വർണ്ണക്കേസിനെ കുറിച്ച്, ശബരിമല സ്വർണ്ണക്കേസിൻ്റെ അന്വേഷണം മേൽത്തട്ടുകളിലേക്ക് പോകണം എന്ന് അന്വേഷണ കോടതി ഉത്തരവിട്ടിട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മുടെ ചാനലുകൾ തയ്യാറല്ല. PT കുഞ്ഞുമുഹമ്മദിൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ നമ്മുടെ കോടതി എന്ന് തന്നെ പറയാം, ചാനലുകൾ ഇന്ന് അവർ തന്നെയാണ് ഇവിടെ എല്ലാം വിധിക്കുന്നതും കുറ്റക്കാരെ തീരുമാനിക്കുന്നതും ശിക്ഷാവധി എല്ലാം നിർണ്ണയിക്കുന്നതുമൊക്കെ കേരളത്തിലെ ചാനലുകളാണ് എന്നാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എല്ലാ കേസിലും അവർ അങ്ങ് ശിക്ഷ വിധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ വാർത്താ ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, മുകേഷിൻ്റെ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടുവാൻ ഇത്രയും വലിയ പ്രശ്നങ്ങൾ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയ LDF എന്തുകൊണ്ട് അവരുടെ MLA പുറത്താക്കിയില്ല, നടപടിയെടുത്തില്ല? ശബരിമല സ്വർണ്ണ കേസിൽ അവരുടെ സംസ്ഥാന നേതാക്കൾ 2 പേർ ജയിലിൽ കിടക്കുകയാണ്. ഇനിയും അടുത്ത ആളുകൾ ജയിലിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു. എന്നിട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. തിരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ നിഷ്പക്ഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചാനലുകൾ പോലും ഇന്ന് പക്ഷപാതപരമായ പെരുമാറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷപാതപരമായ റിപ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ എല്ലാ ചാനലുകളും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ നേതാക്കൾ ഏതെങ്കിലും വിഷയം പറഞ്ഞാൽ പോലും ആ വിഷയത്തിനെ മൂടി വെച്ചുകൊണ്ട് ആ കാര്യം ഇപ്പോൾ ചർച്ച വേണ്ട, എന്തിനാണ് നിങ്ങൾ ആ കാര്യം ചർച്ച ചെയ്യുന്നത്, എന്തിന് മുകേഷിൻ്റെ കാര്യം ഇപ്പോൾ പറയണം, മുകേഷിൻ്റെ കാര്യം പറയുന്നത് മാങ്കൂട്ടത്തിൻ്റെ കാര്യം മുക്കി വയ്ക്കാൻ വേണ്ടിയാണോ? ഇത്തരത്തിലുള്ള ചോദ്യമാണ് നമ്മുടെ മാധ്യമക്കാർ ചോദിക്കുന്നത്. ശബരിമല വിഷയം അന്വേഷണം ഉന്നതരിലേക്ക് പോകണമെന്ന് കോടതി പറഞ്ഞിട്ടും ആ അന്വേഷണം ഉന്നതരിലേക്കൊന്നും പോകുന്നില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മുടെ ചാനലുകാരൊന്നും തയ്യാറല്ല. അതേപോലെ തന്നെ കുഞ്ഞുമുഹമ്മദിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുവാൻ ഒട്ടുമിക്ക ചാനലുകളും, ഏതാനും ചില ചാനലുകളിൽ ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റ് ആ ന്യൂസ് കാണിക്കുന്നുണ്ട്. പക്ഷേ മറ്റു പല വാർത്താ ചാനലുകളും അത്തരം വിഷയങ്ങളിലേക്ക് തൊട്ടു നോക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യാതെ രാപ്പകലില്ലാതെ വെറും ഒരൊറ്റ വിഷയം, ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമാക്കി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പ്രവർത്തിക്കുന്നെങ്കിൽ അതിന് അവർക്ക് ഒരു പക്ഷമുണ്ട്. ദിലീപിൻ്റെ വിഷയത്തിൽ പോലും അവർക്കൊരു പക്ഷമുണ്ട്. കോടതി വിധിച്ചിട്ടും കോടതിയാണ് കുറ്റക്കാരൻ എന്ന തരത്തിലാണ് പല ചാനലുകളും രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഒരു കോടതി തെറ്റാണെങ്കിൽ എത്രയോ കോടതികളുണ്ട്. അതിജീവിതയ്ക്കോ സർക്കാരിനോ ഒക്കെ ആ കോടതികളെയൊക്കെ സമീപിക്കാം. അല്ലാതെ കോടതി ജഡ്ജി കൈക്കൂലി വാങ്ങിയെന്നോ പക്ഷപാതം കാണിച്ചെന്നോ ഒക്കെ പറയാൻ ഈ ചാനലുകൾക്ക് ആര് അധികാരം കൊടുത്തു? ഇവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. എന്തും വിളിച്ചു പറയുന്ന ഒരു രീതിയാണ് നമ്മുടെ മലയാളം വാർത്താ ചാനലുകൾ ചെയ്തിരിക്കുന്നത്. അവർക്കിന്ന് ശരിക്കും ഒറ്റക്കണ്ണാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയും ഇരിക്കുന്നു.